ഇന്നലെ ഇവിടെ ഭയങ്കര ഇടിവെട്ടും മഴയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പം തന്നെ കറണ്ട് പോയി. പിന്നെ കറണ്ട് വന്നത് എപ്പോഴാണെന്നറിയൂ? ഉച്ചയായപ്പോഴാണ്. അതുകൊണ്ട് രാവിലെ ഇവിടെ കറണ്ട് ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാനാണെങ്കിൽ ഇൻഡക്ഷനിലൊക്കെയാണ് വെക്കാറ്. കാരണം ഗ്യാസ് എപ്പോൾ തീരുമെന്ന് എനിക്കറിയില്ല. ഒരു 1.5 മാസമായി ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. സാധാരണഗതിയിൽ ഞാൻ 1.5 മാസമൊന്നും ഗ്യാസ് ഉപയോഗിക്കാറില്ല. 1 മാസം ആകുമ്പോഴേക്കും എൻ്റെ തീരാറുണ്ട് കേട്ടോ. ഈ പ്രാവശ്യം എന്താവോ പറ്റിയെന്ന് എനിക്കറിയില്ല കേട്ടോ. എന്നാൽ രാവിലെ എഴുന്നേറ്റ് നൈനൂന് സ്കൂളുണ്ടായിരുന്നില്ല ഇന്ന്. അവളുടെ എക്സാമൊക്കെ തീർന്നു കേട്ടോ. നൈഹുക്കുട്ടിക്ക് ഇന്ന് എക്സാം ഉണ്ട്. ഒരു 9 മണി ആകുമ്പോഴേക്കിനും അവിടെ എത്തണം കേട്ടോ. പെട്ടെന്ന് ഒരു 7 മണി 7:30 ആയപ്പോഴാണ് എണീച്ചത് കേട്ടോ. എഴുന്നേറ്റിട്ട് പെട്ടെന്ന് ഞാൻ ഗ്യാസിൽ പേടിച്ച് ഉണ്ടാക്കിയത് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റൊക്കെ. കാരണം എപ്പോഴാണ് ഗ്യാസ് തീരാന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് നമ്മൾ എങ്ങനെയൊക്കെയോ പേടിച്ചുണ്ടാക്കി. ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തിയും കടലക്കറിയായിരുന്നു കേട്ടോ. കടല തേങ്ങയൊന്നും അരയ്ക്കാതെ വെച്ചതാണ്. പിന്നെ നൈഹൂനെ സ്കൂളിൽ കൊണ്ടാക്കി കേട്ടോ. തിരിച്ച് വന്ന് ഞാൻ കുറച്ച് നേരം ഇങ്ങനെ ബാൽക്കണിയിലൊക്കെ പോയിരിക്കും, നമ്മുടെ ചെടികളെയൊക്കെ നോക്കി വർത്താനൊക്കെ പറഞ്ഞിട്ട്. അതൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്കുള്ള ഇതുണ്ടാക്കി കേട്ടോ. 12 മണി ആകുമ്പോഴേക്കും നൈഹൂനെ കൊണ്ടുവരാൻ പോകണം. ഉച്ചയ്ക്ക് ഞാൻ ഉണ്ടാക്കിയത് രസവും പിന്നെ കടല ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പൊട്ടറ്റോ ഫ്രൈ ചെയ്തു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് നൈഹൂനെ വിളിച്ചിട്ട് വന്നു. കുറച്ച് നേരം കിടന്നുറങ്ങി. പിന്നെ വൈകുന്നേരം ആയപ്പോൾ നാളേക്കുള്ള അപ്പത്തിൻ്റെ മാവ് അരച്ച് വെച്ചു കേട്ടോ. ഇതിൽ ഞാൻ കുറച്ച് ചെറിയുള്ളി, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ജീരകം അതൊക്കെ ഇട്ടിട്ടാട്ടോ അരച്ചത്. പിന്നെ ചോറ്, പിന്നെ ഈസ്റ്റ് കേട്ടോ. ഈ അപ്പത്തിന് ഒരു നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. കാരണം ഇതിൽ ചെറിയുള്ളിയും വെളുത്തുള്ളിയൊക്കെ ഇടുന്നതുകൊണ്ട് നല്ല ടേസ്റ്റാട്ടോ ഈ അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഇന്ന് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഡിന്നറിന് കേട്ടോ. പിന്നെ ചിക്കൻ ബിരിയാണി നമ്മൾ ഷാൻജിയോടെ നോക്കിയിട്ട് ഉണ്ടാക്കിയത്. പിന്നെ ഞാൻ ഈ ചിക്കനൊക്കെ കഴുകുമ്പല്ലേ ചിക്കൻ്റെ ഹാർട്ടല്ലേ അത് ഞാൻ കളയാറുണ്ടായിരുന്നു. പക്ഷെ ഞാൻ കളയരുതെന്നൊരു വീഡിയോയിൽ കണ്ടു, ഒരു ഡോക്ടറെ ആരോ പറയണ കേട്ടു. അതുകൊണ്ട് ഞാനിപ്പോൾ കളയാതെ ഉണ്ടാക്കാറുണ്ട്. പിന്നെ നമ്മൾ ചിക്കൻ ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയിട്ടോ. അതിൻ്റെ ഇടയിൽ നമുക്ക് പുതിനയില വേണമായിരുന്നു. ഈ ചിക്കനിൽ ലാസ്റ്റ് കുറച്ച് പുതിനയില ഇടും കേട്ടോ. അപ്പോൾ അത് നമ്മുടെ കയ്യിലുള്ളത് കൊണ്ട് രക്ഷപ്പെട്ടു പോയി പറിച്ചെടുത്തു കേട്ടോ. പിന്നെ അങ്ങനെ നമ്മുടെ ചിക്കൻ ബിരിയാണി അങ്ങോട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചിക്കൻ ബിരിയാണി. എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. അപ്പോൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ശരി, ടാറ്റ ബൈ ബൈ.